Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit and today we are discussing the continuation part of constitutional amendments. In the previous class we have discussed some of the important amendments. Today we are discussing the remaining important amendments. നമ്മുടെ മുൻ ക്ലാസ്സിൽ ഭരണഘടനയുടെ ഭേദഗതികളിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭേദഗതികളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. തുടർന്ന് വരുന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ. സോ ടുഡേ we discuss start with the 52nd amendment in 1985. 52nd amendment in 1985. This amendment is related to anti-defection law. It is related to anti-defection law. It includes the 10th schedule in the Indian Constitution. The schedule related to anti-defection law. The Prime Minister at the time of the 52nd Amendment was Rajiv Gandhi. The Prime Minister at the time of 52nd Amendment was രാജീവ് ഗാന്ധി. ഇപ്പോൾ നമ്മുടെ 44 വരെയുള്ള പ്രധാനപ്പെട്ട ഭേദഗതികൾ പറഞ്ഞു. അടുത്തായി നമ്മൾ പറഞ്ഞത് 52ാം ഭരണഘടനാ ഭേദഗതിയാണ്. 52ാം ഭരണഘടനാ ഭേദഗതി 1985. ഇത് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ആന്റി ഡിഫെക്ഷൻ ലോ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ ഏതെങ്കിലും സഭയിലെ ഒരംഗം ആ തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് റദ്ദ് ചെയ്യുന്നതിനാണ് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ സഭയിൽ നിന്ന് പുറത്താക്കുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതിന് വിരുദ്ധമായിട്ട് ഏത് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏത് സംഘടനയുടെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അവർക്കെതിരായിട്ട് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുന്ന രീതിയാണ് ആന്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം. ഈ കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ ഏതാണ്? 10ാം ഷെഡ്യൂൾ. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിലാണ് ഈ കൂറുമാറ്റ നിരോധന നിയമത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1985 നിലവിൽ വന്നതാണ് എന്ത്? കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോ. ഇത് പ്രകാരം ഏത് ഷെഡ്യൂളിൽ ഉൾപ്പെട്ടു? ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിലേക്ക് ഉൾപ്പെട്ടു. ഇനി 52ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമ്പോഴത്തെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 52ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോ നിലവിൽ വന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന്. രാജീവ് ഗാന്ധിയാണ് ഉത്തരം. അപ്പോൾ 52ാം ഭരണഘടനാ ഭേദഗതി 1985 അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആന്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം. ഇനി എന്താണ് ഉൾപ്പെടുത്തിയത്? ഭരണഘടനയിൽ 10ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തി. 10ാം ഷെഡ്യൂൾ ആന്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ആരായിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് 56th Amendment in 1986 related to the formation of Goa. 56th Amendment in 1986 related to the formation of Goa state. അപ്പോൾ അടുത്തത് 1986 56ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1986 56ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഈ ഭേദഗതി പ്രകാരം ഗോവ സംസ്ഥാനം നിലവിൽ വന്നതാണ്. 1986 56ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ 56ാം ഭരണഘടനാ ഭേദഗതി 1986 ഗോവ. നെക്സ്റ്റ് വൺ ഈസ് 61th Amendment in 1989. 61th Amendment in 1989. This amendment amended the Article 326. That is the universal adult suffrage or adult franchise. That is says in Article 326. So by this amendment, the voting age
reduced to 18 from 21. The voting age reduced to 18 from 21. So 61st Amendment 1989 amended Article 326 and reduced the voting age to 18 from 21. Here is another important question. Who was the Prime Minister at the time of 61st Amendment in 1989? The answer is also Rajiv Gandhi. The Prime Minister at the time of 61st Amendment in 1989, the answer is Rajiv Gandhi. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട അമെൻമെന്റ് ആണ് 61ാം അമെൻമെന്റ് 1989. ഈ അമെൻമെന്റ് പ്രകാരം ആർട്ടിക്കിൾ 326 ഭേദഗതി ചെയ്തു. ആർട്ടിക്കിൾ 326 എന്താണ് പറയുന്നത്? പ്രായപൂർത്തി വോട്ടവകാശമാണ്. അതാണ് ആർട്ടിക്കിൾ 326 പറയുന്നത്. അപ്പോൾ 1989 61ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 326 അല്ലെങ്കിൽ പ്രായപൂർത്തി വോട്ടവകാശം ഭേദഗതി ചെയ്തു. അതെന്താക്കി മാറ്റി? വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചു. വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. ഇനി ഈ അമെൻമെന്റ് വരുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ആരാണ്, അല്ലെങ്കിൽ ഏത് പ്രധാനമന്ത്രിയാണ് ഈ അമെൻമെന്റിന് നേതൃത്വം കൊടുത്തതെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ് പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട അമെൻമെന്റിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ 61ാം ഭരണഘടനാ ഭേദഗതി 1989 ആർട്ടിക്കിൾ 326 അമെൻഡ് ചെയ്തു. അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? പ്രായപൂർത്തി വോട്ടവകാശം 21 നിന്നും 18 കുറച്ചു. ഇനി ആരായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. നെക്സ്റ്റ് വൺ ഈസ് ദ 65th Amendment in 1990. 65th Amendment in 1990. By this amendment, a National Commission for Scheduled Caste and Scheduled Tribe formed. A National Commission for Scheduled Caste and Scheduled Tribe formed. Single commission. Its first chairman was S.H. Ramthan. S.H. Ramthan was the first chairman of National Commission for Scheduled Caste and Scheduled Tribe. That is in 65th Amendment 1990. ഇപ്പോൾ അടുത്ത ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 65ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1990. 65ാം ഭരണഘടനാ ഭേദഗതി 1990. ഈ ഭേദഗതി പ്രകാരം ഒരു കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന പേരിൽ ഒറ്റ കമ്മീഷൻ നിലവിൽ വന്നു. രണ്ടായിട്ടല്ല, ഒന്നായിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന ഒരു കമ്മീഷൻ നിലവിൽ വന്നത് 65ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1990. ഇനി 1992 ഇതിന്റെ ആദ്യത്തെ ചെയർമാനായി S.H. രാംധാനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1990 അമെൻമെന്റ് വന്നെങ്കിലും ആദ്യമായിട്ട് കമ്മീഷൻ രൂപം കൊണ്ടത് 92. അന്ന് അതിന്റെ ചെയർമാനായതാരാണ്? S.H. രാംധൻ. S.H. രാംധാനാണ് അതിന്റെ ചെയർമാനായത്. അപ്പോൾ 65ാം ഭരണഘടനാ ഭേദഗതി 1990 എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നൊരു കമ്മീഷൻ രൂപം കൊണ്ടു. 1992 അതിന്റെ ആദ്യത്തെ ചെയർമാനായി ആര് സ്ഥാനം ഏറ്റെടുത്തു? S.H. രാംധാൻ. നെക്സ്റ്റ് വൺ ഈസ് 69th Amendment in 1992. 69th Amendment in 1992. Delhi became Federal National Capital Territory and continued as a Union Territory. By 69th Amendment in 1992 related to Delhi's special status, Delhi became the Federal National Capital Territory and continued as a Union Territory also. ഇപ്പോൾ അടുത്തത് 69ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1992. 69ാം ഭരണഘടനാ ഭേദഗതി 1992. ഡൽഹിയുടെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ആണേത്? 69ാം അമെൻമെന്റ് അല്ലെങ്കിൽ 69ാം ഭരണഘടനാ ഭേദഗതി 1992. ഇനി ഈ ഭേദഗതി പ്രകാരം എന്താണ് നടന്നത്? ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയായി മാറി.
അതുകൂടാതെ അതൊരു കേന്ദ്രഭരണ പ്രദേശമായി തുടരുകയും ചെയ്തു. ഇപ്പോൾ ഒരേ സമയം അതിനൊരു കേന്ദ്രഭരണ പ്രദേശം എന്ന സ്റ്റാറ്റസും ഉണ്ടായിരുന്നു. അതേസമയം നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്നൊരു പ്രത്യേക പദവിയും കൂടെ ലഭിച്ചു. ഏത് പ്രകാരം? 69ാം ഭരണഘടനാ ഭേദഗതി 1992. അപ്പൊ അത് പ്രകാരം ഡൽഹി ഒരു നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയായി അംഗീകരിക്കപ്പെട്ടു. പക്ഷെ അതിന്റെ യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം എന്ന സ്വഭാവം നിലനിർത്തിക്കൊണ്ടാണ് ഈ പ്രത്യേക പദവി ലഭിച്ചത്. അപ്പൊ അതാണ് 69ാം ഭരണഘടനാ ഭേദഗതി. ഡൽഹിയുടെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട അമെന്റ്മെന്റ് അല്ലെങ്കിൽ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 69ാം ഭരണഘടനാ ഭേദഗതി 1992. നെക്സ്റ്റ് വൺ ഈസ് 71st അമെന്റ്മെന്റ് ഇൻ 1992. 71st amendment in 1992. By this amendment, Konkani, Manipuri and Nepali included in the official language. That is, Konkani, Manipuri and Nepali included in the 8th schedule of Indian Constitution. What is 8th schedule? The schedule related to official language. So by 71st amendment in 1992, Konkani, Manipuri and Nepali included in the 8th schedule or it's included in the official language list. അപ്പോൾ അടുത്തത് 71ാം ഭരണഘടനാ ഭേദഗതിയാണ് 1992. 71ാം ഭരണഘടനാ ഭേദഗതി 1992. ഇനി ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരം കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗിക ഭാഷകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടു. അതായത് ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഇവയെ ഉൾപ്പെടുത്തി. ഏതൊക്കെയാണ്? കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി 3 ഭാഷകൾ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷകൾ എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. 1992 71ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി 3 ഭാഷകൾ 1992 71ാം ഭരണഘടനാ ഭേദഗതി. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് 73rd amendment and 74th amendment. Both amendments are related to the Panchayati Raj system. First one, 73rd amendment in 1992. It is related to the statutory provision for Panchayati Raj system in village. 73rd amendment in 1992 related to the statutory provision for Panchayati Raj in village or the formation of the third three-tier system in village. That is 73rd amendment in 1992. So the amendment related to Panchayati Raj or Grama Panchayat, it is 73rd amendment. 73rd amendment in 1992 related to Panchayati Raj or Gram Panchayat. Next one, 74th amendment is also in 1992. It is a statutory provision for municipalities in urban areas. That is the constitution of municipalities. 74th amendment is related to the formation of municipalities in 1992. So the amendment related to municipalities is 74th amendment in 1992. The amendment related to Grama Panchayat or Panchayati Raj is related to 73rd amendment in 1992. Both amendments are in 1992 and both are interconnected. The Prime Minister at the time of both these amendments was Narasimha Rao. Narasimha Rao was the then Prime Minister at the time of 73rd and 74th amendment. അടുത്ത നമ്മൾ നോക്കുന്നത് 2 അമെന്റ്മെന്റുകൾ, പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള 2 അമെന്റ്മെന്റുകളാണ് നമ്മൾ നോക്കുന്നത്. 73, 74 അമെന്റ്മെന്റുകൾ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതികളാണ്. 1992 നിലവിൽ വന്ന 73, 74 ഭരണഘടനാ ഭേദഗതികളാണ്. അതിൽ ആദ്യത്തേതാണ് 73ാം ഭരണഘടനാ ഭേദഗതി 1992. 73ാം ഭരണഘടനാ ഭേദഗതി 1992. ഇത് പ്രകാരം ഭരണഘടനയുടെ പാർട്ട് 9 ഉൾപ്പെടുത്തി. ഭരണഘടനയുടെ പാർട്ട് 9 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ് പാർട്ട് 9. അപ്പോൾ 73ാം ഭരണഘടനാ ഭേദഗതി 1992 പ്രകാരം ഭരണഘടനയിൽ പാർട്ട് 9 ഉൾപ്പെടുത്തി. എന്താണ് പാർട്ട് 9? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഫോർ
പഞ്ചായത്തി രാജ് ഇൻ വില്ലേജ്. ഗ്രാമപഞ്ചായത്തുകളെ പറ്റി പറയുന്നതാണ് പഞ്ചായത്തി രാജ് ഇൻ വില്ലേജ്. ഇപ്പോൾ പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാർട്ട് 9 ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73-ാം ഭരണഘടനാ ഭേദഗതി 1992. അപ്പോൾ 73-ാം ഭരണഘടനാ ഭേദഗതി 1992 പ്രകാരം ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവത്കരണം അല്ലെങ്കിൽ പാർട്ട് 9 ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അതാണ് 73-ാം ഭരണഘടനാ ഭേദഗതി 1992. ഇനി അടുത്ത ആ ഭേദഗതി ഇതുമായി ബന്ധപ്പെട്ടതാണ് 74-ാം ഭരണഘടനാ ഭേദഗതി 1992 തന്നെ. 74-ാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? മുനിസിപ്പാലിറ്റികളുടെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഫോർ മുനിസിപ്പാലിറ്റീസ് ഇൻ അർബൻ ഏരിയ. നഗരവൽകൃത ഏരിയകളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ മുനിസിപ്പാലിറ്റികളുടെ രൂപവത്കരണമാണ് 74-ാം ഭേദഗതി അല്ലെങ്കിൽ പാർട്ട് 9A ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 74-ാം ഭരണഘടനാ ഭേദഗതി 1992 പ്രകാരമാണ്. അപ്പോൾ 74-ാം ഭേദഗതി 1992 പ്രകാരം മുനിസിപ്പാലിറ്റികളുടെ രൂപവത്കരണം അല്ലെങ്കിൽ ഭരണഘടനയിൽ പാർട്ട് 9A ഉൾപ്പെടുത്തി. അപ്പോൾ 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയും 92 തന്നെയാണ്. 73 എന്താണ്? പാർട്ട് 9 അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്തി രാജ്. 74 92 തന്നെയാണ്, പക്ഷെ പാർട്ട് 9A ആണ്, മുനിസിപ്പാലിറ്റികളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 73, 74 ഭരണഘടനാ ഭേദഗതികൾ വരുമ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു. 73, 74 ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരസിംഹറാവു. ഇപ്പോൾ 73 1992-ലാണ്, 74 1992-ലാണ്. 73 പഞ്ചായത്ത് രാജാണ്, 74 മുനിസിപ്പാലിറ്റിയാണ്. നെക്സ്റ്റ് വൺ ഈസ് ആൻ ഇമ്പോർട്ടന്റ് അമെൻമെന്റ്, ദ 86th amendment in 2002. This amendment is related to the provisions related to right to education for the children between the age of 6 to 14 and the food providing for children between 1 to 6. Mainly, it is related to the right to education of children between 6 to 14. And it also included this right in the fundamental rights area or part 3 as 21A. And it also included its corresponding fundamental duty, that is the parent or guardian or the nation's duty to the compulsory education of the children as the 11th fundamental duty in the 51A fundamental duty. So the 86th amendment in 2002 related to right to education or article 21A. 86th amendment in 2002. It provides right to education for children between the age of 6 to 40. It includes article 21A as the right of children in the part 3 or the fundamental rights section. It also included its corresponding fundamental duty, that is the duty of parent or guardian or nation, any of the 3 persons' duty to the compulsory education of the children as the 11th fundamental duty in the part 4A, that is 51A of our Indian Constitution. അപ്പോൾ അടുത്തത് വളരെ പ്രധാനപ്പെട്ട പലതവണ ചോദിച്ചിട്ടുള്ള ഒരു അമെൻമെന്റ് ആണ് 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതി. 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതി. ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരം കുട്ടികൾക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠിക്കാനുള്ള അവകാശമാണ് 86-ാം ഭരണഘടനാ ഭേദഗതി 2002 നൽകുന്നത്. അപ്പോൾ 86-ാം ഭരണഘടനാ ഭേദഗതി 2002 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് പാർട്ട് 3 ഭരണഘടനയുടെ പാർട്ട് 3 അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് 21A എന്ന പുതിയ ആർട്ടിക്കിൾ ഉൾപ്പെടുത്തി. ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന ഭാഗത്ത് 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന പുതിയൊരു ആർട്ടിക്കിൾ ഉൾപ്പെടുത്തി. അതുകൂടാതെ അതിന് തത്തുല്യമായിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലെങ്കിൽ മൗലിക കടമകളിൽ രാജ്യത്തിന്റെ അല്ലെങ്കിൽ രക്ഷകർത്താവിന്റെയോ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ കടമ എന്ന കാര്യത്തിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം
രാജ്യത്തിന്റെ അല്ലെങ്കിൽ രക്ഷകർത്താവിന്റെ മാതാപിതാക്കളുടെ കടമയാണ് എന്നുള്ള രീതിയിൽ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയായിട്ട് ഭരണഘടനയുടെ പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 51A എന്ന് പറയുന്ന ആർട്ടിക്കിൾ 11ാമതായിട്ട് ഉൾപ്പെടുത്തി. അപ്പോ 86ാം ഭരണഘടനാ ഭേദഗതി 2002 വന്നത്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ടതാണ്. എത്ര വയസ്സുള്ള വരെയുള്ള കുട്ടികളുടെ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഈ അമെന്റ്മെന്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് നടന്ന കാര്യങ്ങൾ? കുട്ടികളുടെ അവകാശങ്ങളായിട്ട് ആർട്ടിക്കിൾ 21A ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയപ്പോൾ രാജ്യത്തിന്റെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ മൗലിക കടമകൾ എന്നുള്ള കൂട്ടത്തിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകളിൽ 11ാമതായിട്ട് അവരുടെ കടമയായിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് ഉൾപ്പെടുത്തി. തത്തുല്യമായിട്ട് ഒരു റൈറ്റും അതിന് തത്തുല്യമായിട്ടുള്ള ഡ്യൂട്ടി. കുട്ടികളുടെ അവകാശവും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ കടമയും. ഒരു കടമയും ഉൾപ്പെടുത്തി, ഒരു അവകാശം ഉൾപ്പെടുത്തി. എത്രാമത്തെ കടമയായിട്ടാണ് ഉൾപ്പെടുത്തിയത്? 11ാമത് മൗലിക കടമയായിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ 86ാം ഭരണഘടനാ ഭേദഗതി 2002 ആർട്ടിക്കിൾ 21A കുട്ടികളുടെ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശമായിട്ട് ബന്ധപ്പെട്ടതാണ്. 21A ഉൾപ്പെടുത്തി. അതോടൊപ്പം അതിന് തത്തുല്യമായിട്ട് 11ാമതായിട്ട് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും ഉൾപ്പെടുത്തി. നെക്സ്റ്റ് വൺ ഈസ് 89th amendment in 2003. 89th amendment in 2003. By this amendment, the earlier National Commission for Scheduled Caste and Scheduled Tribe bifurcated into the National Commission for Scheduled Caste and the National Commission for Scheduled Tribe. By the 65th Amendment in 1990, a single commission for National Commission for Scheduled Caste and Scheduled Tribe was formed. In 89th Amendment in 2003, that commission divided into 2 commissions. The National Commission for Scheduled Caste and the National Commission for Scheduled Tribe. These 2 commissions were formed in 2004. The first chairman of National Commission for Scheduled Tribe was Kanwar Singh. And the first chairman of National Commission for Scheduled Caste was Suraj Bhan. So, by 89th Amendment in 2003, the National Commission for Scheduled Caste and Scheduled Tribe divided into National Commission for Scheduled Caste and National Commission for Scheduled Tribe. The first chairman of National Commission for Scheduled Caste was Suraj Bhan. And who is the current chairman? Current chairman was Ramshankar Kathariya. Ramshankar Kathariya is the present chairman of National Commission for Scheduled Caste. And the first chairman of National Commission for Scheduled Tribe was Kanwar Singh, and the current chairman is Nandakumar Sai. Nandakumar Sai is the current chairman of National Commission for Scheduled Tribe. അപ്പോൾ അടുത്തത് ഭരണഘടനയുടെ 89ാം ഭരണഘടനാ ഭേദഗതിയാണ് 2003. 2003 89ാം ഭരണഘടനാ ഭേദഗതി. ഈ ഭേദഗതി പ്രകാരം 65ാം ഭേദഗതി പ്രകാരം ഒരു കമ്മീഷൻ ഉണ്ടായെന്ന് പറഞ്ഞു. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന ഒറ്റ കമ്മീഷൻ. ആ കമ്മീഷൻ 89ാം ഭരണഘടനാ ഭേദഗതി 2003 89ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രണ്ടായിട്ട് പിരിഞ്ഞു. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന ഒരെണ്ണവും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന മറ്റൊരെണ്ണവുമായിട്ട് രണ്ടായിട്ട് പിരിഞ്ഞു. 2004 ഈ 2 കമ്മീഷനുകളും രൂപം കൊള്ളുന്നത്. ഭരണഘടനാ ഭേദഗതി 2003 കമ്മീഷൻ രൂപം കൊള്ളുന്നത് 2004. ഇപ്പൊ 2003 89ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നുള്ളത് രണ്ടായിട്ട് പിരിഞ്ഞ് എന്തൊക്കെയായി മാറി? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന ഒരെണ്ണവും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന മറ്റൊരെണ്ണവും. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? സൂരജ് ഭാൻ. സൂരജ് ഭാൻ ആയിരുന്നു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാൻ. ആരാണ് ഇപ്പോഴത്തെ ചെയർമാൻ? രാംശങ്കർ കത്തേരിയ. രാംശങ്കർ കത്തേരിയാണ് ഇപ്പോഴത്തെ ചെയർമാൻ. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? കൻവർ സിംഗ്.
കൻവർ സിംഗ് ആയിരുന്നു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ആദ്യത്തെ ചെയർമാൻ. ആരാണ് ഇപ്പോഴത്തെ ചെയർമാൻ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെത്? നന്ദകുമാർ സായി. നന്ദകുമാർ സായി ആണ് ഇപ്പോഴത്തെ ചെയർമാൻ. അപ്പോൾ 89ാം ഭരണഘടനാ ഭേദഗതി 2003 വരുന്നു. അതുപ്രകാരം നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നുള്ളത് രണ്ടായിട്ട് പിരിഞ്ഞ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന ഒരെണ്ണവും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന മറ്റൊരെണ്ണവുമാകുന്നു. 2004 രണ്ടും രൂപപ്പെടുന്നത്. ഇനി ആരായിരുന്നു ആദ്യത്തെ ചെയർമാൻ? ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെതാവുമ്പോൾ സൂരജ് ഭാൻ, ഷെഡ്യൂൾഡ് ട്രൈബ് ആകുമ്പോൾ കൻവർ സിംഗ്. ഇനി രണ്ടിന്റെ ഇപ്പോഴത്തെ ചെയർമാൻമാരൊക്കെയാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ രാംശങ്കർ കത്തേരിയ, ഷെഡ്യൂൾഡ് ട്രൈബിൻ്റേത് നന്ദകുമാർ സായി. നെക്സ്റ്റ് വൺ ഈസ് 92nd Amendment in 2004. By this amendment, the constitution included Bodo, Dogri, Santali and Maithili as official language. That is, included these four languages, Bodo, Dogri, Santali and Maithili, in the 8th schedule of our Indian constitution. ഇപ്പോൾ അടുത്തത് 92ാം ഭരണഘടനാ ഭേദഗതിയാണ് 2004. 92ാം ഭരണഘടനാ ഭേദഗതി 2004. ഇനി ഈ ഭേദഗതി പ്രകാരം ബോഡോ, ദോഗ്രി, സാന്താളി, മൈഥിലി എന്നീ 4 ഭാഷകളെ ഭരണഘടന അംഗീകരിച്ചു ഔദ്യോഗിക ഭാഷകളായിട്ട്. അതായത് ഈ 4 ഭാഷകൾ ബോഡോ, ദോഗ്രി, സാന്താളി, മൈഥിലി ഈ 4 ഭാഷകൾ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. അപ്പോൾ 2004 92ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്താണ് നടന്നത്? ബോഡോ, ദോഗ്രി, സാന്താളി, മൈഥിലി 4 ഭാഷകൾ ഔദ്യോഗിക ഭാഷകളായി. അതായത് ഈ 4 ഭാഷകൾ എവിടെ ഉൾപ്പെട്ടു? ഭരണഘടനയുടെ 8ാം ഷെഡ്യൂള്. 8ാം ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത്? ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ്, ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന ഭാഷകളാണ്. ആ ലിസ്റ്റിൽ ബോഡോ, ദോഗ്രി, സാന്താളി, മൈഥിലി എന്നിവ ഉൾപ്പെടുത്തി. അതാണ് 92ാം ഭരണഘടനാ ഭേദഗതി 2004. Next one is 96th Amendment in 2011. By this amendment, the Constitution substitute Odia for Oriya. That is, the name of the language used in the 8th schedule, Oriya, changed to Odia. The name of the language Oriya changed to Odia. That is 96th Amendment 2011. അടുത്തത് 2011 96ാം ഭരണഘടനാ ഭേദഗതിയാണ്. 2011 96ാം ഭരണഘടനാ ഭേദഗതി. ഈ ഭേദഗതി പ്രകാരം ഒറിയ എന്നുള്ളത് ഒഡിയ എന്നായി മാറി. അതായത് ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന 8ാം ഷെഡ്യൂളിലെ ഭാഷകളിൽ ഒന്നാണേത്? ഒറിയ, ഒഡീഷയിലെ ഒറിയ. ആ ഭാഷയുടെ പേര് ഒറിയ എന്നുള്ളത് മാറ്റി ഒഡിയ എന്നാക്കി മാറ്റി. അതാണ് 96ാം ഭരണഘടനാ ഭേദഗതി 2011. ഇപ്പോൾ 96ാം ഭരണഘടനാ ഭേദഗതി 2011 എന്താണ് നടന്നത്? ഒറിയ എന്ന ഭാഷയുടെ പേര് എങ്ങനായി മാറി? ഒഡിയ എന്നായി മാറി. അതാണ് 96ാം ഭരണഘടനാ ഭേദഗതി. നെക്സ്റ്റ് വൺ ഈസ് 97th Amendment in 2012. It added Part 9B to Indian Constitution. That is, the Constitution included cooperative societies in Constitution. So the amendment related to cooperative societies is 97th Amendment in 2012. By 97th Amendment, the Constitution added Part 9B and included cooperative societies in the Constitution. അടുത്തത് 2012 97ാം ഭരണഘടനാ ഭേദഗതിയാണ്. 2012 97ാം ഭരണഘടനാ ഭേദഗതി. ഈ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ 9B എന്ന് പറയുന്ന ഭാഗം കൂട്ടിച്ചേർത്തു. ഭരണഘടനയിൽ 9B എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാഗം കൂട്ടിച്ചേർത്തു. എന്താണ് പാർട്ട് 9Bയിൽ പറയുന്നത്? കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പറ്റിയിട്ടാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പറ്റി. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ആണ് ഏത്? 97ാം അമെൻമെന്റ് 2012. 97ാം അമെൻമെന്റ് അല്ലെങ്കിൽ 97ാം ഭരണഘടനാ ഭേദഗതി 2012 പാർട്ട് 9Bയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് 99th Amendment 2015.
2015, April 13, this amendment enacted, 99th Amendment. It was related to the formation of a National Judicial Appointment Commission. The 99th Amendment in 13 April 2015 formed amendment. It was related to National Judicial Appointment Commission. It was ratified, but the Supreme Court struck down the amendment on 16th October 2015. The 99th Amendment was ratified by the Union and States, but the Supreme Court struck down the amendment on 16th October 2015. അടുത്തത് വളരെ വിവാദമായിട്ടുള്ള ഈ അടുത്തിടയ്ക്ക് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു അമെൻമെന്റാണ് 99-ാം ഭരണഘടനാ ഭേദഗതി 2015. 99-ാം ഭരണഘടനാ ഭേദഗതി 2015. ഈ അമെൻമെന്റ് നിലവിൽ വരുന്നത് 2015 ഏപ്രിൽ 13-നാണ്. 2015 ഏപ്രിൽ 13-നാണ് 99-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് 2015. ഇനി എന്താണ് 99-ാം ഭരണഘടനാ ഭേദഗതി? 99-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ രൂപവൽക്കരിച്ചു. ഒരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ രൂപവൽക്കരിച്ചു. നമ്മൾ ആർട്ടിക്കിൾ പറഞ്ഞപ്പോൾ 124A എന്ന ഭാഗത്ത് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനെ പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 99-ാം അമെൻമെന്റ് 2015 ഏപ്രിൽ 13-ന് നിലവിൽ വന്നു. അതെന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇനി ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനുമായി ബന്ധപ്പെട്ട 99-ാം ഭേദഗതി പാർലമെന്റ്, കേന്ദ്രവും സംസ്ഥാനങ്ങളും അംഗീകരിച്ചെങ്കിലും സുപ്രീം കോടതി 2015 ഒക്ടോബർ 16-ന് റദ്ദ് ചെയ്തു, സ്റ്റക്ക് ഡൗൺ ചെയ്തു, റിപ്പീൽ ചെയ്തു. 2015 ഏപ്രിൽ 13-ന് നിലവിൽ വന്ന 99-ാം അമെൻമെന്റ് അല്ലെങ്കിൽ 99-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ 2015 ഒക്ടോബർ 16-ന് സുപ്രീം കോടതി റദ്ദാക്കി. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഈ അമെൻമെന്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളും റിപ്പീൽ എന്ന് പറയുന്ന അവസ്ഥയിലാണ്, റദ്ദാക്കൽ എന്ന അവസ്ഥയിലാണ്. നെക്സ്റ്റ് വൺ ഈസ് 100th Amendment in 2015. 100th Amendment in 2015. By this amendment, India and Bangladesh exchanged some of their border conclaves or the border territories under an agreement. Under this agreement, India received 51 Bangladesh territories and Bangladesh received 111 Indian territories. So, 100th Amendment in 2015 is related to exchange of enclaves or the border territories of India and Bangladesh and their exchangement. Some of the Indian territories were included in the Bangladesh area and some of the Bangladesh area were included in Indian area. So by this amendment, India and Bangladesh agreed upon the previous agreement in 1974. By that agreement and to 2015 100th Amendment, India and Bangladesh exchanged both of the territories to the corresponding countries. By this agreement, India received 51 previous Bangladesh territories and Bangladesh received previous 111 Indian territories. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട അമെൻമെന്റ് ആണ് 100ാം അമെൻമെന്റ് 2015. 2015-ലെ 100ാം ഭരണഘടനാ ഭേദഗതി. 2015-ലെ 100ാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയും ബംഗ്ലാദേശും അവരുടെ അതിർത്തി ഗ്രാമങ്ങൾ കൈമാറുന്നതിനെ ചൊല്ലി നിലവിലുണ്ടായിരുന്ന കരാറിനെ ആസ്പദമാക്കി രണ്ടുപേരുടെയും കൈവശമുണ്ടായിരുന്ന അതിർത്തി ഗ്രാമങ്ങൾ കൈമാറിയതുമായി ബന്ധപ്പെട്ടതാണ് 2015-ലെ 100ാം ഭരണഘടനാ ഭേദഗതി. ഈ 100ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്ന 111 ടെറിട്ടറീസ് അല്ലെങ്കിൽ എൻക്ലേവ്സ് ബംഗ്ലാദേശിന് കൈമാറി. ബംഗ്ലാദേശിന് കൈവശം ഉണ്ടായിരുന്ന 51 ഇന്ത്യയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ 51 എൻക്ലേവ്സ് ഇന്ത്യക്ക് ലഭിച്ചു. ഇപ്പോൾ 2015-ലെ 100ാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി ഗ്രാമങ്ങൾ അല്ലെങ്കിൽ അതിർത്തി സ്ഥലങ്ങൾ കൈമാറുന്ന എക്സ്ചേഞ്ച് കൈമാറ്റത്തിനുമായി ബന്ധപ്പെട്ടതാണ് 2015-ലെ 100ാം ഭരണഘടനാ ഭേദഗതി.
100-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യക്ക് എത്ര ഗ്രാമങ്ങൾ ലഭിച്ചു? 51 അതിർത്തി ഗ്രാമങ്ങൾ ലഭിച്ചു. ബംഗ്ലാദേശിന് 111 അതിർത്തി ഗ്രാമങ്ങളാണ് ലഭിച്ചത്. ഇത് മുൻപ് ബംഗ്ലാദേശിന് ലഭിച്ചത് മുൻപ് ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്നതും ഇന്ത്യക്ക് ലഭിച്ചത് മുൻപ് ബംഗ്ലാദേശിന്റെ കൈവശം ഉണ്ടായിരുന്നതുമാണ്. അത് മുൻപുണ്ടാക്കിയ കരാർ പ്രകാരമാണ് ഈ അമെൻമെന്റ് പ്രകാരം രണ്ട് രാജ്യങ്ങളും പരസ്പര ധാരണയായി കൈമാറുകയാണ് ഉണ്ടായത്. അപ്പോൾ 2015 100-ാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പരസ്പരം അതിർത്തി ഗ്രാമങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഭേദഗതി പ്രകാരം ഇന്ത്യക്ക് 51 ഗ്രാമങ്ങളും ബംഗ്ലാദേശിന് 111 ഗ്രാമങ്ങളും ലഭിച്ചു. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ഈസ് ദ 101st Amendment in 2070. It is also related to the 122nd Amendment Bill. 101st Amendment or 122nd Amendment Bill in 2070. By this amendment, the government introduced the GST, the Goods and Service Tax. By 101st Amendment or 122nd Amendment Bill, the government introduced the GST or the Good and Service Tax. The GST came into effect from July 1st, 2070. It came into effect from July 1st, 2070. അപ്പോൾ ഏറ്റവും അവസാനമായി നടന്ന ഭരണഘടനാ ഭേദഗതിയാണ് 101-ാം ഭരണഘടനാ ഭേദഗതി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ബില്ലാണ് 122ാമത് അമെൻമെന്റ് ബില്ല്, ഭരണഘടനാ ഭേദഗതി ബില്ല്. അപ്പോൾ ഏറ്റവും അവസാനമായി നടന്ന അമെൻമെന്റ് ഏതാണ്? 101-ാം അമെൻമെന്റ് 2017. ഇനി 101-ാം അമെൻമെന്റ് അല്ലെങ്കിൽ 101-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ബില്ല്, ഭരണഘടനാ ഭേദഗതി ബില്ല് എന്താണ്? 122ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഇത് പ്രകാരം എന്താണ് വന്നത്? 101-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം GST നിലവിൽ വന്നു. GST, ഗുഡ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി. ഇനി GST എന്ന് മുതലാണ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്? ജൂലൈ 1, 2017 മുതലാണ് GST ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ 101-ാം ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ 122ാമത് അമെൻമെന്റ് ബില്ല് 2017 നിലവിൽ വരുന്നു. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? GSTയുമായി ബന്ധപ്പെട്ടതാണ്. GST എന്ന് പറഞ്ഞാൽ ഗുഡ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി. ഇനി അത് എന്ന് മുതലാണ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത്? ജൂലൈ 1, 2017 മുതൽ. ജൂലൈ 1, 2017 മുതൽ. ഇപ്പൊ 101-ാം ഭരണഘടനാ ഭേദഗതിയാണ് ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവന്ന ഭേദഗതി. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയ ഭേദഗതികൾ ഏതൊക്കെയാണ്? 1985 52-ാം ഭരണഘടനാ ഭേദഗതി, കൂറുമാറ്റം അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ 10-ാം ഷെഡ്യൂള്. ആരായിരുന്നു പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. ഇനി 56-ാം ഭരണഘടനാ ഭേദഗതി 1986, എന്താണ്? ഗോവ സംസ്ഥാനം. 1989 61-ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? പ്രായപൂർത്തി വോട്ടവകാശം 21-ൽ നിന്ന് 18 കുറച്ചു. ആർട്ടിക്കിൾ 326 അമെൻഡ് ചെയ്തു. ആരായിരുന്നു പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. ഇനി 65-ാം ഭരണഘടനാ ഭേദഗതി 1990 എന്താണ്? ഒരു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ടായി. 92-ലാണ് അത് ഉണ്ടായത്. ആരായിരുന്നു ആദ്യത്തെ ചെയർമാൻ? SH രാംധാൻ ആയിരുന്നു. ഇനി 1992 69-ാം ഭേദഗതി എന്താണ്? ഡൽഹിയുടെ പ്രത്യേക പദവിയാണ്. 92 71-ാം ഭേദഗതി എന്തൊക്കെയാണ്? കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നിവ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. 92-ൽ തന്നെ 73-ാം അമെൻമെന്റ് 74-ാം അമെൻമെന്റ് ഏതൊക്കെയാണ്? 73 പഞ്ചായത്ത് രാജ്, 74 മുനിസിപ്പാലിറ്റി. ആരായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി? നരസിംഹറാവു. ഇനി 2002 86-ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? ആർട്ടിക്കിൾ 21A-യും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലെ 11-ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും, കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശവും. എത്ര മുതൽ എത്ര വരെയുള്ള? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് 86-ാം ഭരണഘടനാ ഭേദഗതി 2002. ഇനി 2003 89-ാം ഭേദഗതി എന്താണ്? 65-ാം ഭേദഗതി പ്രകാരം രൂപം കൊണ്ട നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന കമ്മീഷൻ 2ആയിട്ട് പിരിഞ്ഞ്
ദ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന ഒരെണ്ണവും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന മറ്റൊരെണ്ണവുമായിട്ട് പിരിഞ്ഞ് 2004 രൂപം കൊണ്ടു. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? സൂരജ് ബാൻ. ഇപ്പോഴത്തെ ചെയർമാനോ? രാംശങ്കർ കത്തേരിയ. കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? കൻവർ സിംഗ്. ഇപ്പോഴത്തെ ചെയർമാൻ നന്ദകുമാർ സായി. ഇനി 2004 92 ഭേദഗതി എന്താണ്? ബോഡോ, ദോഗ്രി, സാന്താളി, മൈഥിലി എന്നിവ 8ാം ഷെഡ്യൂളിൽ വന്നു. ഏതൊക്കെയാണ്? ബോഡോ, ദോഗ്രി, സാന്താളി, മൈഥിലി എന്നിവ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടു. ഇനി 2011 96 ഭേദഗതി എന്താണ്? ഒറിയ എന്നുള്ളത് എന്തായി മാറി? ഒഡിയ എന്നായി മാറി. ഇനി 2012 97 ഭേദഗതി എന്താണ്? പാർട്ട് 9B കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി 2015 99 അമെന്റ്മെന്റ് ഏതാണ്? നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനാണ്. ഇനി 100 ഭേദഗതി എന്താണ്? 2015 ഇന്ത്യയും ബംഗ്ലാദേശും അതിർത്തി ഗ്രാമങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യക്ക് എത്ര ഗ്രാമങ്ങൾ ലഭിച്ചു? 51. ബംഗ്ലാദേശിനോ? 111. ഇനി ഏറ്റവും അവസാനത്തെ അമെന്റ്മെന്റ് 101 അമെന്റ്മെന്റ് 2017 അതുമായി ബന്ധപ്പെട്ട ബില്ലാണ് 122 അമെന്റ്മെന്റ് ബില്ല്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അത് എന്ന് മുതൽ നിലവിൽ വന്നു? 2017 ജൂലൈ 1 നിലവിൽ വന്നു. So friends, that's all about the important amendments in the Constitution. We will discuss the remaining important chapters or parts of the Constitution in our remaining class. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പ്രധാന പോയിന്റുകൾ ഉൾപ്പെടുന്നവ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. നന്ദി.